അപ്പൊ അനിയന് പഴയ കഥകളൊന്നും അറിയില്ലല്ലേ? സംഘടനകളെല്ലാം ചേർന്ന് കുട്ടിച്ചോറാക്കുന്ന ഒരു സ്ഥലമായി മാറിയോ മലയാള സിനിമ? സംഘടനാ പ്രവർത്തനങ്ങൾ ഈ പോക്കിൽ പോവുകയാണെങ്കിൽ ഈ വളരെ താമസിക്കാതെ വളരെ ദോഷകരമായി മലയാള സിനിമയെ അത് ബാധിക്കും. വിശ്വാസം നീ പിള്ളേര് പറയുന്ന ആരുമല്ലോ ഇലുമിനാന്റി ആയിരിക്കുമോ മാഡം? ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? നാളെ വൈകിട്ട് 5 മണിക്ക് പ്രസ് ക്ലബിൽ ജതിൻ രാംദാസും പ്രിയദർശിനി രാംദാസും ഒന്നിച്ച് നടത്തുന്ന ഒരു പ്രസ് കോൺഫറൻസ്. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇനി കണ്ടോ എന്റെ ബാഗ് എടുക്കണേ. ഓ ആയിക്കോട്ടെ. സൂര്യ ഇടപെടടാ. അല്ല, രാജിയൊന്നും വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തിനാ രാജിവെക്കുന്നത്? ഇടേ ഇപ്പൊ പിടിച്ച് ഈ പുലിവാലൊന്ന് പോരെ നിനക്ക്? വെക്കണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതൊരു ഒളിച്ചോട്ടമായി പോയി. അങ്ങനെ രാജിവെക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ലായിരുന്നു. ഏതാനും ചില കടൽ കിഴവന്മാരെ പേടിച്ച് ഓടി ഒളിക്കുകയാണോ വേണ്ടത്? എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ നാഥനില്ലാ കളരിയായി മാറിയിരിക്കുകയാണ് താരസംഘടനയായ അമ്മ. കൂടെ ആരുമില്ലാന്ന് തോന്നിയാൽ തല ഉയർത്തി നോക്കാം. ആ തീ അത് ഞാനാണ്. ആരമ്മയെ നയിക്കുമെന്നതാണ് പ്രസക്തമായ ചോദ്യം. ഇപ്പോഴത്തെ നിലയിൽ ഇനി മോഹൻലാൽ തലപ്പത്തേക്ക് വരില്ല. സാറിനെ വിശ്വാസക്കുറവുണ്ടായിട്ടല്ല, സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി എനിക്കതിന് കഴിയില്ല. മമ്മൂട്ടിക്കും താല്പര്യമില്ല. കാലങ്ങളായി ആവശ്യപ്പെടുന്ന തലമുറ മാറ്റം ഇക്കുറി സംഭവിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. പിള്ളേരെ ആഘോഷിക്കട്ടെ, തലയിലെടുത്ത് തൂത്താ പോവോ? അങ്ങനെയെങ്കിൽ ആദ്യ ചോയ്സ് പൃഥ്വിരാജിനായിരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോഹൻലാൽ അടക്കം നിർബന്ധിച്ചിട്ടും തിരക്കുകൾ പറഞ്ഞ് മത്സരത്തിൽ നിന്നൊഴിഞ്ഞ പൃഥ്വി സവിശേഷ സാഹചര്യത്തിൽ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന ആവശ്യം പരസ്യമായി തന്നെ ഉയർന്നു കഴിഞ്ഞു. സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ചേർന്നുള്ള ഒരു സംഘടന ഇന്നിവിടെ ഇല്ല. അതുണ്ടാവുന്നതുവരെ എന്നെ പോലെയുള്ള വ്യക്തികൾ തനിച്ച് നിന്ന് ചില പോരാട്ടങ്ങൾ നടത്തേണ്ടി വരും. ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യുക തന്നെ വേണം. അതിനെതിരെ നടപടികൾ ഉണ്ടാകണം. അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല. ഒരു നിയമം ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും അത് ഒരുപോലെ ബാധകമാകണമല്ലോ. ബാബു, ഞങ്ങൾ ഈ കളി തുടങ്ങിയിട്ട് കുറെ കാലമായി. നീക കളിച്ചതിന്റെ ഗുണം കൊണ്ടാണ് ഞാൻ ഇവിടെ വരേണ്ടി വന്നത്. പൃഥ്വിരാജ് അടക്കമുള്ളവർക്ക് അമ്മയുടെ നേതൃനിരയിലേക്ക് വരാൻ കഴിയുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വരുമോ എന്നതാണ്. നീ എന്താണ് ഇങ്ങനെ പേടിക്കണത്? അല്ല, സ്വയം ഡെഡ് ബോഡി ആവാൻ ആർക്കായാലും പേടിയുണ്ടാവും. ഇതാ എന്റെ സാമ്രാജ്യത്തിന്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും. നിങ്ങളുടെ കമ്പനിയുടെ അസസ് വാനോളം ഉയർത്താൻ നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ പിന്തുണ, നിങ്ങളുടെ ആശീർവാദം 3 മതി.